അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഖബറിൽ ശിക്ഷയില്ലാത്ത 7 വിഭാഗം സ്ത്രീകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം പാരത്രിക ലോക വിജയമാണ്. പാരത്രിക ലോക ജീവിതത്തിന്റെ തുടക്കമാണ് ഖബർ എന്ന് പറയുന്നത്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പാരത്രിക ലോക ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലെ തുടക്കമാണ്, ഒന്നാമത്തെ വീടാണ് ഖബർ ജീവിതം. ആ ഖബറിൽ ഒരാൾ വിജയിച്ചാൽ അവന്റെ ബാക്കിയുള്ള എല്ലാ ഘട്ടങ്ങളിലും അവൻ വിജയിക്കും. ഖബറിൽ വിജയിച്ചു കഴിഞ്ഞാൽ നാളെ പാരത്രിക ലോകത്ത് വിജയിക്കും. സിറാത്തുൽ മുസ്തഖീമിലും മീസാനിലും ഹിസാബിലും അവൻ വിജയിക്കും. അതോടൊപ്പം തന്നെ സ്വർഗത്തിലും അവൻ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിപ്പെടും. എന്നാൽ ഒരു മനുഷ്യൻ ഖബറിൽ പരാജയപ്പെട്ടാലോ അവന്റെ പാരത്രിക ലോക ജീവിതം പരാജയത്തിലാണ്. അവൻ പിന്നെ മീസാനിൽ പരാജയപ്പെടും, സിറാത്തുൽ മുസ്തഖീമിൽ പരാജയപ്പെടും. പിന്നീട് അവൻ നരകത്തിലേക്ക് പോകേണ്ടി വരും. അപ്പൊ അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഖബർ ജീവിതമാണ്. നമ്മൾ ഇന്ന് പറയുന്നത് ഖബറിൽ വിജയിക്കുന്ന, ഖബറിൽ ശിക്ഷയില്ലാത്ത 7 വിഭാഗം സ്ത്രീകളെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ ജീവിതം, ബർസഖിയായ ജീവിതം, റാഹത്തുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഖബറിൽ വിജയിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമന്റ് ചെയ്യുക. പ്രിയമുള്ളവരെ, ഭീകരതയുടെ, ഒറ്റപ്പെടലിൻ്റെ, വന്യതയുടെ ഒരു ഭീകരമായ വീടാണ് ഖബർ എന്ന് പറയുന്നത്. ആരും സഹായിക്കാനില്ലാത്ത വീട്. നമ്മുടെ ഉറ്റവരും ഉടയവരും ഒക്കെ മൂടുകല്ല് വെച്ച് തിരിച്ചുപോയാൽ ഖബറിൻ്റെ ഉള്ളിൽ നമ്മൾ ഒറ്റക്കാണ്. കൂടെയുള്ളത് നാം ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് ആ ഭീകരമാകുന്ന വീട്ടിൽ രക്ഷപ്പെടുന്ന 7 വിഭാഗം സ്ത്രീകളെ കുറിച്ചാണ്. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സബ്ഉ നിസാഇ യുർജാ ലഹുന്ന നജാതു മിൻ അദാബിൽ ഖബർ. ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുന്ന 7 വിഭാഗം സ്ത്രീകൾ. ഒന്നാമത്തെ വിഭാഗം അസ്സാബിറതു അലാ സൂഇ ഖുലുഖി സൗജി. ഭർത്താവിന്റെ മോശം സ്വഭാവത്തിൽ ക്ഷമിച്ച സ്ത്രീ. കല്യാണം നടന്നപ്പോൾ നല്ല സ്വഭാവമായിരുന്നു അയാൾക്ക്. പെണ്ണ് കാണാൻ വന്നപ്പോൾ നല്ല സുമുഖനായിരുന്നു, പുതിയാപ്ലയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നീടാണ് അറിയുന്നത് അയാൾ മദ്യപാനിയായിരുന്നു. പിന്നീടാണ് അറിയുന്നത് അയാൾ ഒരു ദേഷ്യക്കാരനായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ ദേഷ്യമൊക്കെ കൂടി വന്നു, സ്നേഹമൊക്കെ കുറഞ്ഞു. ഈ സമയത്ത് ക്ഷമയോടുകൂടെ മുന്നോട്ട് പോയ ഒരു സ്ത്രീ, ഒരു ഭാര്യ, ആ ഭാര്യയോട് പരിശുദ്ധ ഖുർആൻ പറയുന്നത് വബശ്ശിരിസ് സ്വാബിരീൻ. ഭർത്താവിന്റെ ദുസ്വഭാവത്തിൽ ക്ഷമിച്ച സ്ത്രീ, അവളുടെ ഖബർ ജീവിതം വിജയത്തിലാണ്. ഖബറിൽ ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകാം. ഖബർ സ്വർഗമാണ്. അപ്പോ ഭർത്താവിന്റെ മോശം സ്വഭാവത്തിൽ ക്ഷമിച്ച സ്ത്രീ. നമ്മൾ ഇന്നൊരു കണക്കെടുത്ത് നോക്കിയാൽ അധിക സ്ത്രീകളുടെയും അവസ്ഥ അത് തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ മോശ സ്വഭാവമില്ലാത്ത ആളുകൾ ഉണ്ടാവുകയില്ല, വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സ്വഭാവത്തിൽ ഒരു പെണ്ണ് ക്ഷമിച്ചാൽ അവൾക്ക് നാളെ പാരത്രിക ലോക വിജയമുണ്ടാകും. ഖബറിൽ എന്തായാലും അവൾ വിജയിക്കും. ഇനി രണ്ടാമത്തെ വിഭാഗം അസ്സാബിറതു അലാ ഫഖ്രി സൗജി. ഭർത്താവിന്റെ ദാരിദ്ര്യത്തിൽ ക്ഷമിച്ച സ്ത്രീ. അല്ലേ, ഭർത്താവിന്റെ വരുമാനം കുറവാണ്, ആ വരുമാനത്തിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന സ്ത്രീ. വലിയ ജോലിയൊന്നുമില്ല, കൂലിപ്പണിക്കാരനാണ്. അതും വലിയ കൂലിയില്ലാതെ ചെറിയ കൂലി വാങ്ങുന്ന ജോലിക്കാരനാണ്. അയാളുടെ ആ ചെറിയ 10,000 രൂപ കൊണ്ട്, 8,000 രൂപ കൊണ്ട് വളരെ റാഹത്തോടുകൂടെ ഉള്ളത് കൊണ്ട് ഭക്ഷണം കഴിച്ച് ഉടുത്തു കിടന്നുറങ്ങി മക്കളെ വളർത്തി വലുതാക്കിയ സ്ത്രീ ഉണ്ടല്ലോ. വസ്ബിറൂ ഫഇന്നല്ലാഹ മഅസ്സാബിരീൻ. അയാളുടെ കുറവുകൾ മനസ്സിലാക്കി, അയാളുടെ സാമ്പത്തിക ശേഷി മനസ്സിലാക്കി അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ ക്ഷമിച്ച സ്ത്രീയുണ്ടല്ലോ, ആ പെണ്ണ് ഖബറിൽ വിജയിച്ചവളാണ്. കാരണം അവളുടെ ക്ഷമ തന്നെ, ആ ക്ഷമ എന്ന് പറയുന്നൊരു വലിയ സൽക്കർമ്മമുണ്ടല്ലോ, അത് തന്നെ അവളെ ഖബറിൽ രക്ഷിക്കും. അതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തെ വിഭാഗം അല്ലതീ തതനാസലു അൻ മഹ്രിഹാ.
ഭർത്താവിൻ്റെ ദാരിദ്ര്യം മനസ്സിലാക്കി മഹർ പോലും ഒഴിവാക്കി കൊടുത്ത പെണ്ണ്. കല്യാണം കഴിക്കാൻ വന്നപ്പോൾ അയാളുടെ കയ്യിൽ മഹർ നൽകാനൊന്നുമില്ല. ആ സമയത്ത് അവൾ അത് ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ, എനിക്ക് മഹറൊന്നും വേണ്ട, അല്ലെങ്കിൽ ഉള്ളത് തന്നാൽ മതി, ചെറിയ പൈസ തന്നാൽ മതി, ചെറുതെന്തെങ്കിലും തന്നാൽ മതി, അല്ലെങ്കിൽ ഭർത്താവിനൊരു അത്യാവശ്യം വന്ന സമയത്ത് അയാൾ കൊടുത്ത മഹറിനെ ഈ ഭാര്യ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. പ്രിയതമനെ, എന്തിന് നിങ്ങൾ കഷ്ടപ്പെടണം, ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തൻ്റെ കൂടെയുണ്ടായിരുന്ന, തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന മഹർ അതയാളുടെ കയ്യിലേക്ക് വെച്ച് നീട്ടുന്ന സ്ത്രീയുണ്ടല്ലോ. കൊടുക്കുന്നത് അരപ്പവനോ 1 പവനോ 2 പവനോ 3 പവനോ ആയിരിക്കും. എന്നാൽ അവൾക്ക് കിട്ടുന്നത് ഭീകരമാകുന്ന ഖബർ ജീവിതത്തിലുള്ള വിജയമാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇനി 4-ാമത്തെ വിഭാഗം, അല്ലത്തി തമൂതു ഫിൽ വിലാദ. പ്രസവവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട സ്ത്രീ, ഗർഭം കാരണം മരണപ്പെട്ടതാണ്. നല്ല ഹെവി ബ്ലീഡിംഗ് ആയി പ്രസവ സമയത്ത് അനിയന്ത്രിതമായ ബ്ലഡ് പുറത്തു വന്നപ്പോൾ അവൾ അങ്ങനെ മരണപ്പെട്ടതാണ്. രക്തം വാർന്ന്, പ്രസവത്തിൻ്റെ കോംപ്ലിക്കേഷൻ കാരണം രക്തം വാർന്ന് മരണപ്പെട്ട പെണ്ണ് നാളെ സ്വർഗത്തിലാണ്. അവൾക്ക് ഖബറിൽ ഒരു ശിക്ഷയും ഉണ്ടായിരിക്കുകയില്ല. ഇനി പ്രസവത്തിന് ശേഷം, പ്രസവം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും എന്തെങ്കിലും പ്രശ്നം കാരണം അവൾ മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ ഗർഭമുള്ള സമയത്ത് വീഴുകയോ മറ്റെന്തെങ്കിലുമോ കാരണം കൊണ്ട് മരണപ്പെട്ടാൽ, വൽ മർഅതു തമൂതു ബിജുംഇ ഷഹീദാ. ഒരു പെണ്ണ് ഗർഭവുമായി ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ മരണപ്പെട്ടാൽ അവൾ ഷഹീദിൻ്റെ കൂലി ലഭിക്കുന്നവളാണ്, രക്തസാക്ഷിയാണ്. ഇനി 5-ാമത്തെ വിഭാഗം, അൽബാറത്തു ബിവാലിദൈഹാ. പരിശുദ്ധ ഖുർആൻ പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കളെ സേവിക്കുന്ന പെണ്ണ്, അവൾക്ക് ഖബറിൽ ശിക്ഷയില്ല. വൃദ്ധരായ മാതാപിതാക്കളാണ്, ഉമ്മയാണ്, ബാപ്പയാണ്. അവരെ കുളിപ്പിക്കുന്നു, അവർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നു, അവരുടെ വസ്ത്രം അലക്കി കൊടുക്കുന്നു. നല്ല വൃദ്ധരാകുന്ന സമയത്ത് ആ പെണ്ണുണ്ടല്ലോ, വബിൽ വാലിദൈനി ഇഹ്സാനാ, അവൾ ഖബറിൽ ശിക്ഷയില്ലാത്തവളാണ്. എല്ലാവരും മാതാപിതാക്കളെ സ്നേഹിക്കണം. എന്നാൽ വൃദ്ധരായ മാതാപിതാക്കളെ തൻ്റെ കൂടെ ഉണ്ടായിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ, പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്, അവർക്ക് ഖബറിൽ ശിക്ഷയില്ല, പകരം നാളെ സ്വർഗമാണ് ലഭിക്കാനിരിക്കുന്നത്. ഇനി 6-ാമത്തെ വിഭാഗം, അല്ലതി തഖറഉ സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, സൂറത്തും മിനൽ ഖുർആനി 30 ആയ. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, ഒരു സൂറത്തുണ്ട്, 30 ആയ, 30 ആയത്തുകളുള്ളൊരു സൂറത്താണ്. ശഫഅത്ത് ലിസാഹിബിഹാ ഹത്താ ഗുഫിറ ലഹു. ആ സൂറത്തിനെ സ്നേഹിക്കുന്നവർക്ക്, ആ സൂറത്തിനെ പാരായണം ചെയ്യുന്നവർക്ക് ആ സൂറത്ത് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഷഫീആയിട്ട് വരികയാണ്, ശുപാർശകനായിട്ട് വരികയാണ്. ഹത്താ ഗുഫിറ ലഹു. അവൻ്റെ പാവങ്ങൾ പൊറുക്കുന്നത് വരെ റബ്ബിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, റബ്ബേ പുറത്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. ഈ മനുഷ്യൻ്റെ ഖബറിൽ വരികയാണ് സൂറത്തുൽ മുൽക്ക്. അയാൾക്ക് സഹായിയായി വരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്ക് പതിവാക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇനി 7-ാമത്തെ വിഭാഗം, അല്ലതി തമൂതു യൗമൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസം രാവിലോ പകലിലോ മരണപ്പെടുന്ന സ്ത്രീക്ക് ഖബറിൽ ശിക്ഷയില്ല, നാളെ പാരത്രിക ലോകത്ത് സ്വർഗമാണ്. വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിച്ചാൽ, മാമിൻ മുസ്ലിമി യമൂതു യൗമൽ ജുമുഅ, ഒരു മനുഷ്യൻ മാമിൻ മുസ്ലിമി യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തുൽ ജുമുഅ ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നത്തുൽ ഖബ്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു മുസ്ലിമായ മനുഷ്യൻ വെള്ളിയാഴ്ചയുടെ രാവിലോ പകലിലോ മരിച്ചു കഴിഞ്ഞാൽ
അവൻ്റെ ഖബറിലുള്ള ശിക്ഷയെ അള്ളാഹു ഒഴിവാക്കി തരുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ പറഞ്ഞത് 7 വിഭാഗം സ്ത്രീകളെ കുറിച്ചാണ്. ഖബറിൽ ശിക്ഷയില്ലാത്ത ആളുകൾ. ഈ ഖബറിൽ ശിക്ഷയില്ലാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരത്രിക ലോകത്ത് ശിക്ഷയില്ലായ്മയാണ്. ഖബർ തുടക്കമാണ്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. വരാനിരിക്കുന്ന ഖബറിൻ്റെ വീടുകളുടെ നമ്മൾ പോയി ഇരിക്കേണ്ട സ്ഥലങ്ങളിലെ ഒന്നാമത്തെ സ്ഥലം നമ്മുടെ ഖബറാണ്. അപ്പോൾ ആ ഖബറിൽ നമ്മൾ രക്ഷപ്പെട്ടാൽ നാളെ നമ്മുടെ ഓരോ ഘട്ടത്തിലും, ഹിസാബിൻ്റെ ഘട്ടത്തിലും, മീസാനിൻ്റെ ഘട്ടത്തിലും, ഷഫാഅത്തിൻ്റെ ഘട്ടത്തിലും നമ്മൾ അവിടെ വിജയിക്കുന്നതാണ്. പിന്നീട് സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈമാനോടുകൂടെ മരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.